History cannot be written by deleting what we dislike, but we must engage the past with all its complexity. വ്യാഖ്യാതയായ ഇന്ത്യൻ ചരിത്രകാരിയും പ്രശസ്തമായ ജവഹർലാൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായിരുന്ന റോമില താപ്പർ നടത്തിയ വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്. 2014 ശേഷം രാജ്യത്തിൻ്റെ ഭരണഘടനാ ആശയങ്ങളിലേക്ക്, മതേതരത്വത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ജനാധിപത്യത്തിലേക്കും ഒക്കെയുള്ള ഭരണകൂടത്തിൻ്റെ കടന്നുകയറ്റം, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബഹുസ്വരത എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്ത് അധിനിവേശം നടത്തുകയും രാജ്യത്തെ ഭരിക്കുകയും ചെയ്ത ഭരണകൂടങ്ങളാണ് ഈ വൈവിധ്യങ്ങളെ രാജ്യത്തേക്ക് എത്തിച്ചതെന്നത് ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാനാകും. മറാത്ത, രജപുത്, ബീജാപൂർ, ലോധി, ഘോറി തുടങ്ങിയ നിരവധി രാജവംശങ്ങൾ രാജ്യത്ത് നിലനിന്നിരുന്നു. 947 രാജ്യം സ്വാതന്ത്ര്യത്തോടടുക്കുമ്പോൾ മാത്രമായി രാജ്യത്ത് 500-ലധികം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ നാട്ടുരാജ്യങ്ങൾക്കപ്പുറം വലിയ പ്രദേശങ്ങൾ, പ്രവശ്യകൾ, സാമ്രാജ്യങ്ങളായി ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് മേൽപ്പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനികളാണ് 1526 ഒന്നാം പാനിപത്ത് സമരം ബാബർ ജയിച്ചതു മുതൽ 1857 ശിപായി ലഹള അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സഫറിനെ പരാജയപ്പെടുത്തിയത് വരെ രാജ്യത്ത് നീണ്ട 330 വർഷം രാജ്യം ഭരിച്ച മുഗളന്മാർ. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനികളായ 6 ചക്രവർത്തിമാർ മുഗൾ ഭരണകാലത്ത് രാജ്യത്ത് കടന്നുപോയിട്ടുണ്ട്. രാജ്യത്തെ നാനാത്വങ്ങളെ, പലമകളെ, സംസ്കാരങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതിലും അതിൽ രാജ്യത്ത് മതേതരമായ ഒരു സ്വഭാവം കൈവരിക്കുന്നതിലും മുഗളന്മാരുടെ പങ്ക് ചെറുതല്ല. മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ബാബർ മകൻ ഹുമയൂണിനെ മരണവേളയിൽ, മരണശയ്യയിൽ നൽകുന്ന ഒരു വസിയത്തുണ്ട്. അതിങ്ങനെയാണ്: മകനെ, നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗം ഇതര മതവിശ്വാസികൾ, അവരെ നമ്മൾ പരിഗണിക്കണം. അവരുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. നീതിയും നിയമപാലനവും മതഭേദമില്ലാതെ വേണം നടപ്പിലാക്കാൻ. ഏറെ നീതിപൂർണമായ, മതഭേദമില്ലാത്ത, മതാന്തരങ്ങളില്ലാത്ത ഒരു ഭരണവ്യവസ്ഥയായിരുന്നു മുഗളന്മാർ താല്പര്യപ്പെട്ടതെന്ന് അത് മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ബാബറിൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. തീർന്നില്ല. രാജ്യത്തെ നിർമ്മിതികളാലും സംസ്കാരങ്ങളാലും ആഘോഷങ്ങളാലും ഏറെ പ്രൗഢമായ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒട്ടനേകം സംഭവങ്ങളുണ്ട്. 2021 പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്ത ഒരു യോഗമുണ്ടായിരുന്നു. യോഗത്തിൻ്റെ അജണ്ട ഇതാണ്: രാജ്യത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലെ സിലബസുകൾ പരിഷ്കരിക്കുക എന്നതാണ്. തീർച്ചയായും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കും മുന്നേറ്റങ്ങൾക്കും സിലബസിലെ പരിഷ്കരണവും ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ഉൾപ്പെടുത്തുക എന്നൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. എന്നാൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണത്തിൻ്റെ, സിലബസ് പരിഷ്കരണത്തിൻ്റെ അജണ്ട മറ്റൊന്നായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രൗഢമായിരുന്ന 330 വർഷം രാജ്യം ഭരിച്ച മുഗളന്മാരുടെ ചരിത്രം ഈ രാജ്യത്തെ ഹിസ്റ്ററി ബുക്കുകളിൽ നിന്ന്, NCERT പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക എന്ന വളരെ ഖേദകരമായ ഒരു തീരുമാനമായിരുന്നു ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ചരിത്ര സംബന്ധിയായോ ചരിത്രാനുബന്ധ കാര്യങ്ങളുമായോ യാതൊരു ബന്ധവും ഇല്ലാത്ത പബ്ലിക് പോളിസി റിസർച്ച് സെൻറ്റർ, ഭാരതീയ ശിക്ഷക് മണ്ഡൽ തുടങ്ങിയ കമ്മിറ്റികൾ, സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ മുന്നിൽ നിൽക്കുന്ന കമ്മിറ്റികളാണ് ഈ ചരിത്രപരമായ ഈ തീരുമാനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടുന്നത് എന്നതാണ്. ഇതിന് നേതൃത്വം നൽകുന്നതാവട്ടെ ഡോക്ടർ വിനയ് സഹസ്രാബ്ദ എന്ന RSSൻ്റെ സംഘപരിവാരത്തിൻ്റെ പ്രചാരകരിൽ ഒരാൾ. ഇതൊരു പുതിയ സംഭവമായിരുന്നില്ല. 1528 പ്രഥമ മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബറിൻ്റെ കമാൻഡർ മീർബാക്കി പണിത ബാബരി മസ്ജിദ് 1992 ഹിന്ദുത്വ തീവ്രവാദികൾ തകർക്കുകയും 2020 അത് അയോധ്യയിലെ രാമക്ഷേത്രമായി പുനർനിർമ്മാണം ചെയ്യുകയും ചെയ്ത വലിയൊരു അജണ്ടയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നടക്കുന്ന അനേകം ഏറ്റെടുപ്പുകളുടെ, സ്ഥലം മാറ്റങ്ങളുടെ, പേരുമാറ്റങ്ങളുടെയൊക്കെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നത്. 2022 അലഹാബാദ് ഹൈക്കോടതിയിൽ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ, ലോകാത്ഭുതങ്ങളിൽ എണ്ണപ്പെടുന്ന മുഗൾ നിർമ്മിതിയായ താജ്മഹലിനെതിരെ വരുന്നൊരു അപ്പീലുണ്ട്. താജ്മഹൽ തേജോമഹലാണെന്നും അതൊരു ഹിന്ദു ദേവാലയമാണെന്നും ഒക്കെ പറഞ്ഞ് അതിൽ മേൽ നടക്കുന്ന ഒരു അപ്പീൽ. ഇതിനെയൊക്കെ രാജ്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന വലിയ ചോദ്യം ഒരു വശത്തുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളായ താജ്മഹലും കുതുബ് മിനാറും ചെങ്കോട്ടയും ഡൽഹി ജമാ മസ്ജിദും അടങ്ങുന്ന അനേകം ഏറ്റവും അത്ഭുതപൂർവമായ നിർമ്മിതികളുടെ കാലം കൂടിയായിരുന്നു മുഗൾ രാജവംശം. മുഗൾ രാജവംശത്തെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നവർ ചരിത്രത്തിൽ ഒരുപക്ഷെ ഈ നിർമ്മിതികളെ തകർക്കാൻ കഴിഞ്ഞേക്കും, ഈ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ കഴിഞ്ഞേക്കും, ഈ നിർമ്മിതികളുടെ പേരുകൾ ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്തത് മുഗൾ രാജവംശം ഇവിടെ ഉണ്ടാക്കി തീർത്ത മതേതരത്വത്തിൻ്റെ, സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെ വലിയ മാതൃകകൾ, അതിൻ്റെ രേഖകളാണ് പിന്നീട് അങ്ങോട്ടും രാജ്യത്ത് മതേതരത്വം എന്ന പേരിൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത്. പ്രശസ്ത ഇംഗ്ലീഷ് ചരിത്രകാരൻ റിച്ചാർഡ് ഈസ്റ്റൺ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാതമായ ടെമ്പിൾ ഡിഗ്രഡേഷൻ ആൻഡ് മുസ്ലിം സ്റ്റേറ്റ്സ് ഇൻ മിഡീവൽ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ
ഇതിനെ അടിവരയിടുന്നുണ്ട്. മുഗൾ കാലത്ത് രാജ്യത്തെ ഹിന്ദു ദേവാലയങ്ങൾക്ക് ഗ്രാന്റ് ലഭിച്ചിരുന്നുവെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഉജ്ജയിനിലെയും ചിത്രകൂടിലെയും ഗുവാഹത്തിയിലെയും വൃന്ദാവനിലെയും അനേകം അമ്പലങ്ങൾ മുഗൾ ഭരണാധികാരികളിൽ നിന്ന് ഗ്രാന്റ് സ്വീകരിക്കുകയും അവരുടെ വിശ്വാസ ആചാര കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഇടങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മുഗൾ ഭരണാധികാരികളിൽ പ്രധാനിയായ അക്ബറിന്റെ രാജസദസ്സിൽ 22 അമുസ്ലിങ്ങളായ മാൻസബ്ദർമാരുണ്ടായിരുന്നു എന്ന് ഔറംഗസേബിലേക്ക് എത്തുമ്പോൾ 33% മാൻസബ്ദർമാർ അവരുടെ രാജസദസ്സിലുണ്ടായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ചരിത്രം. ഇവരിൽ രജപുത്, മറാഠ, ഖത്രി രാജവംശങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു അധികം. ഔറംഗസേബ് ചക്രവർത്തിയുടെ രാജസദസ്സിൽ 96 മറാഠ മുഖ്യരും 71 രജപുത് പ്രഭുക്കളും ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. നിർഭാഗ്യവശാൽ ഈ ഔറംഗസേബിനെ രാജ്യത്തെ ഹിന്ദുക്കളുടെ ശത്രുക്കളാക്കി അവതരിപ്പിക്കുന്നു. രാജ്യത്തിന്റെ സാമ്രാജ്യത്വ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനികളായ ഛത്രപതി ശിവജിയെയും സംഭാജിയെയും ഒരു വശത്ത് പ്രതിഷ്ഠിക്കുകയും മറുവശത്ത് ഔറംഗസേബ് അടക്കമുള്ള മുഗൾ ഭരണാധികാരികളെ പ്രതിഷ്ഠിക്കുകയും പുതിയ ചരിത്രങ്ങൾ നിർമ്മിക്കുകയും രാജ്യത്ത് സംഘപരിവാരം നടപ്പിലാക്കുന്ന അജണ്ടകൾ കാക്കം കൂട്ടുന്ന വിധത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയും അതിനുവേണ്ടിയുള്ള സിനിമകളും ചരിത്രങ്ങളും അപനിർമ്മിതികളും ധാരാളമായും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് ചരിത്രം ചിലപ്പോൾ മായ്ച്ചു കളയാനായേക്കും. എന്നാൽ ആ ചരിത്രം ഇവിടെ ബാക്കിയാക്കിയ സാമൂഹിക നിർമ്മിതികൾ, സാമൂഹിക പാഠങ്ങൾ അത് കാലങ്ങളെ അതിജയിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.